ഒരു മാസം മുമ്പ് പ്രതിപക്ഷ നേതാവ് ഈ മുനമ്പത്ത് വന്ന് പറഞ്ഞ വാക്കുകളൊക്കെ കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണോ സമസ്തയുടെ ഇന്നത്തെ ഈ പത്രക്കുറിപ്പിലൂടെ നിങ്ങൾ കരുതുന്നത്? അല്ല, സമസ്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലല്ല, സമസ്ത പറഞ്ഞിരിക്കുന്നത് വാസ്തവം അറിയാതെയാണ്. കാരണം ഇതിൽ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു ആധാരത്തിൽ 2 വാക്കുകൾ വഖഫ് എന്ന് എഴുതി ചേർത്തിട്ടുണ്ടെന്ന്. കാരണം 1954 ഇതുണ്ടാവുന്നത്, വഖഫിന്റെ നിയമത്തിന് ഒരു രൂപകൽപ്പന ഉണ്ടാവുന്നത്. അതിനു മുമ്പും വഖഫ് നിയമങ്ങളുണ്ട്. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ഒരിക്കലും കൊടുക്കുന്ന ആൾക്ക് യാതൊരുവിധ അവകാശവും, എനിക്കോ എന്റെ സന്തതി പരമ്പരകൾക്കോ ഒരവകാശവും ഇല്ലാത്ത രീതിയിൽ അള്ളാഹുവിന് പെർമനന്റ് ആയിട്ട് കൊടുക്കുന്ന ഡെഡിക്കേഷനാണ് വഖഫ്. ഇത് മറിച്ച് അദ്ദേഹം സിദ്ദീഖ് സേട്ട് 1950 കൊടുക്കുമ്പോൾ എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ഡീഡാണ് ഫറൂഖ് കോളേജിന് കൊടുക്കുന്നത്. ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്നു. ആ ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് അവർ ഫറൂഖ് കോളേജിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കാനും പ്രോപ്പർട്ടി വാങ്ങിക്കാനും വേണ്ടിയിട്ട് ഈ വസ്തു 114 ഏക്കർ ഭൂമി ഇവിടത്തെ തദ്ദേശീയരായ താമസക്കാർക്ക് വിൽക്കുന്നത്. അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും അവരുടെ ലീഗൽ അഡ്വൈസേഴ്സും സമസ്ത നിയമം അറിയാവുന്ന സമസ്തരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 404 ഏക്കർ ഭൂമി, കടലിൽ ഒലിച്ചുപോയ ഭൂമി വഖഫിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചാതുരാർത്ഥ്യമുണ്ട്? അത് തീർച്ചും വസ്തുതാവിരുദ്ധമാണ്. അത് നീതിക്കും സമാധാനത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കളങ്കം ചാർത്തുന്ന തീരുമാനമാണ്. ഒരിക്കലും സാധ്യമല്ല. അത് ഞങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ജീവിച്ചു വളർന്ന ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. ഈ സമസ്ത ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കൂടുതൽ ലക്ഷ്യമുള്ളതായിട്ട് തോന്നുന്നു? അതിന്റെ പിന്നിൽ ലക്ഷ്യം അവർക്ക് 404 ഏക്കർ ഭൂമി കിട്ടുകയാണ്. 114 ഏക്കർ ഭൂമിയുടെ സ്ഥാനത്ത് 404 ഏക്കർ ഭൂമി കിട്ടുകയാണെങ്കിൽ അത് സന്തോഷമല്ലേ? എത്രയോ കോടി രൂപയുടെ സ്വത്താണ് അടിച്ചു മാറ്റാൻ നോക്കുന്നത്. അത് ശരിയല്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വിഭാഗമായിട്ട് ഇങ്ങനെ ഇന്ത്യനെ മുറിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഉണ്ടാണത്? അത് ശരിയല്ല. അത് മതേതരത്വത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ആർജവമുള്ള സാമൂഹ്യബോധമുള്ള ആരും അത് അംഗീകരിക്കില്ല. 22-ാം തീയതി മന്ത്രിസഭാ യോഗം ഈ ഒരു മുനമ്പം വിഷയം ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമായ നീതി നടപ്പാക്കി തരുമെന്ന് മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു നീതി ലഭിക്കും 22-ാം തീയതി? അതായത് ഞങ്ങള് പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 33 വർഷം അതിന്റെ പൊസഷൻ ROR കൃത്യമായി ഞങ്ങൾ അനുഭവിക്കുന്നു. ആ ഭൂമിയാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടത്. അതല്ലാതെ മറ്റൊരു എങ്ങനെയാണോ അറിവില്ലാത്ത രീതിയിൽ ഇത് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത്, അത് മാറി വഖഫ് ബോർഡിൽ നിന്നും മാറ്റി ഞങ്ങൾക്ക് ഫറൂഖ് കോളേജ് തീർന്നു തന്ന ഭൂമിയായിട്ട് തന്നെ തിരിച്ചു കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഇതിനിടയിൽ എന്തൊക്കെ കോംപ്രമൈസ് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാണോ? അല്ല, അത് ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണ്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഭൂമിയാണ്, അതറിയാവുന്നതാണ്, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് കിട്ടും. അതാണ്. ഞാൻ ജനിച്ചു വളർന്ന മണ്ണാണത്. ആ മണ്ണ് പണം കൊടുത്ത് വാങ്ങിയതാണ്. അതിന് ആധാരമുണ്ട്, റവന്യൂ രേഖകളുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ബോർഡിലേക്ക് ഞങ്ങൾ അറിയാതെ എഴുതിയെടുത്ത ഭൂമിയല്ലേ. അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തരും. ഈ ഒരു 22-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നിങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങേറ്റം പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും.